പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. നമുക്കിന്ന് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ യൂണിയന്റെ സംസ്ഥാന ട്രഷററായ CP അർജുൻ രാജാണ്. അദ്ദേഹം വർഷങ്ങളായി ടാക്സ് കൺസൾട്ടൻസി രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രൊഫഷണലാണ്. ഏകദേശം 1000-ഓളം സ്ഥാപനങ്ങൾക്ക് ഫിനാൻഷ്യൽ ഗൈഡൻസ് കൊടുക്കുകയും അവരുടെ അക്കൗണ്ടിങ് കാര്യങ്ങളെ കൃത്യമായി നോക്കി വളർത്തുന്ന ഒരു സാറാണ്. അപ്പൊ അദ്ദേഹം നമ്മുടെ ബാങ്കുകളിൽ നിന്നും അതേപോലെ ഗവൺമെന്റ് ഏജൻസികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ലോണുകളെ കുറിച്ചും മറ്റ് എന്റർപ്രണറും സ്റ്റാർട്ടപ്പുകളെ കുറിച്ചും അതിന് കിട്ടുന്ന ബെനിഫിറ്റുകളെ കുറിച്ചും ഇന്ന് ക്ലാസ് എടുക്കുന്നതാണ്. നിങ്ങളെ എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അർജുൻ, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. യെസ്, ക്ലിയർ ആണ് സർ. ആദ്യമായിട്ടാണ് ഹൈടെക്കിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത്. എന്റെ പേര് അർജുൻ രാജൻ എന്നാണ്. ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയാണ് സ്വദേശം. 2014 മുതൽ ടാക്സ് കൺസൾട്ടന്റായി, ടാക്സ് പ്രാക്ടീഷണറായി പ്രാക്ടീസ് ചെയ്യുന്നു. നിലവിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേരിട്ടും അല്ലാതെയും ഒത്തിരി ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒന്നാണ് ഈ ബാങ്കിങ് ഇതര സ്ഥാപനങ്ങൾ. ഒരു 10 വർഷത്തെ സംരംഭ വലുതും ചെറുതുമായ സംരംഭങ്ങളുടെയൊക്കെ ഒരു മുന്നോട്ട് പോക്ക് എടുത്ത് പരിശോധിച്ചാൽ ഈ കോവിഡും പ്രളയവും ഒക്കെ വന്ന ഒരു സാഹചര്യം അതിന് മുൻപും പിൻപും എന്ന രീതിയിലൊക്കെ നമുക്കതിനെ തരംതിരിക്കാവുന്നതാണ്. ഏതൊരു ആൾക്കും, ഏതൊരു സംരംഭകനായിക്കോട്ടെ, മറിച്ച് മറ്റ് തൊഴിലുകൾ നിലവിലുള്ള ആളുകളായിക്കോട്ടെ, ഇവർക്കൊക്കെ നേരിട്ടും അല്ലാതെയും ഒക്കെ ഇടപെടേണ്ടി വന്നിട്ടുള്ള ഒന്നാണ് നമ്മുടെ നിലവിലെ ബാങ്കിങ് സെക്ടർ. ഈ ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങി അല്ലെങ്കിൽ നിലവിൽ ഉള്ളത് വിപുലീകരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ആശ്രയിക്കുന്ന ഒന്നാണ് എന്റർപ്രണർ ഡെവലപ്മെന്റ് പ്രോസസ്സിങ്ങിനൊക്കെ ഉപയോഗപ്രദമാകുന്ന തരത്തിലുള്ള ലോണുകളും കാര്യങ്ങളും. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒന്നാണ് ഈ മുദ്ര വായ്പ, PMEGP. അതുപോലെ ഈ കോവിഡിന്റെ സമയത്തൊക്കെ ഒത്തിരി വിദേശത്തൊക്കെ ജോലി ചെയ്തിരുന്ന ആളുകൾക്ക് അവരുടെ ജോലി പോവുകയും അവരുടെ നാട്ടിൽ തൊഴിൽ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ വലുതും ചെറുതുമായിട്ടുള്ള ഈ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ അതിന്റെ സാധ്യതകൾ അന്വേഷിക്കുന്ന ഒരു സാഹചര്യം നമ്മളെല്ലാവരും പലതരത്തിൽ കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് വേണ്ട ലോണുകളൊക്കെ നമ്മുടെ എല്ലാ ബാങ്കിങ് സ്ഥാപനങ്ങളിലും അവൈലബിൾ ആണ്. പക്ഷെ ഇതിന് എങ്ങനെ അപ്രോച്ച് ചെയ്യണം? മൊത്തം നെറ്റ് പോയിട്ടുണ്ടോ തോന്നുന്നു. അവിടെ നിന്ന് കയറിയിരിക്കുന്ന രണ്ടുപേരുടെയും ഇപ്പോഴും ഇതിൽ ഔട്ടായിരുന്നു. പാർവതി ജോയിൻ ചെയ്തിട്ടുണ്ട്, അർജുന്റെ വൈഫ് ജോയിൻ ചെയ്തിട്ടുണ്ട്. യെസ്, കണ്ടിന്യൂ പ്ലീസ്. എനിക്ക് എന്റെ ഫോണിൽ നിന്ന് കയറാൻ കഴിയുന്നില്ല. അതെ, നെറ്റ് പോയതാണ്. ഏതോ ഒരു ഫോൺ, എന്താ പറയാ, എയർടെല്ലിന്റെ ആണ്. ഇപ്പൊ അർജുൻ ഉപയോഗിക്കുന്ന ഏതാ? ഞാനേ നമ്മുടെ ഈ വൈഫൈ ഉണ്ട് വീട്ടിൽ. അതെന്തോ സ്റ്റെപ്പ് ഡൗൺ ആയതായിരിക്കും. ഓക്കെ, വൈഫൈ ഉണ്ടെങ്കിൽ എന്റെ മൊബൈൽ നെറ്റിൽ നിന്നാണ് ഇതാണ് ഡേറ്റ ആണ് കയറുന്നത്. വൈഫൈയുടെ പ്രശ്നമാണ്. ആണോ? അല്ല, മൊബൈലിൽ നിന്ന് കയറുമ്പോഴേ കോള് വന്നു കഴിഞ്ഞാൽ അത് കട്ടായി പോകും. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം ഈ മുദ്ര വായ്പകളെ കുറിച്ച് സംസാരിക്കാം. ഇത് ഒരു ഇന്ററാക്ടിങ് സെക്ഷൻ ആവുമ്പോഴാണ് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പൊ നമ്മളെ കാണാൻ വരുന്ന ഓരോ ക്ലെയിംസും അവരുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ സാധ്യതകളും ഒക്കെ വ്യത്യസ്തമായിരിക്കുമല്ലോ. ഓരോരുത്തരുടെയും സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനെ ആശ്രയിച്ചാണ് നമുക്ക് ഇത്തരത്തിലുള്ള വായ്പകൾ ബാങ്കിങ് സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങിച്ചെടുക്കാൻ കഴിയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ചെറിയ സ്ഥാപനങ്ങളായിക്കോട്ടെ, ഒരിടത്തരം സ്ഥാപനങ്ങളായിക്കോട്ടെ, അങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും. ഈ മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിങ് ഏജൻസി എന്നാണ് ഈ മുദ്ര അതിന്റെ
ഷോർട്ട് ഫോം ആണ് മുദ്ര എന്ന് പറയുന്നത്. ഇതിനെ പ്രധാനമായും 3 തരത്തിലുള്ള വായ്പകൾ മുദ്ര സ്കീമിൽ ഒരു ബിസിനസ്സുകാരന് ബാങ്കിൽ നിന്നും നേടിയെടുക്കാൻ കഴിയുന്നതാണ്. 50,000 രൂപ വരെയുള്ള വായ്പകളുണ്ട്. ശിശു വായ്പ എന്നാണ് അതിന് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റേഷന്റെയോ അങ്ങനെയുള്ള ഒരു വലിയൊരു ഫോർമാലിറ്റിയുടെയോ ഒന്നും ആവശ്യം വരുന്നില്ല. നിലവിൽ അക്കൗണ്ട് ഉള്ള ഒരാള് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനത്തിന്റെ ഒരു ബിസിനസ് ആവശ്യം പറഞ്ഞ് ഇപ്പൊ ഒരു സിസ്റ്റം വാങ്ങിക്കണം, ഒരു 50,000 രൂപ വരെ ആകും, ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കണം എന്ന ഒരാവശ്യവുമായിട്ടൊക്കെ ബാങ്കിനെ സമീപിച്ചു കഴിഞ്ഞാൽ അത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു ആവശ്യമാണ്, അദ്ദേഹത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്താണ് ബിസിനസ് ആവശ്യത്തിന് അത് ആവശ്യമാണ് എന്ന് ബാങ്ക് മാനേജർക്ക് ബോധ്യപ്പെട്ടാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വായ്പയാണ് ശിശു വായ്പ. ഇതിന് ആ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാവണം എന്നുള്ള ഒറ്റ നിർബന്ധം മാത്രമേ ഉള്ളൂ. ഇതിന് വേറെ എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ടുള്ള ഫോർമാലിറ്റീസിന്റെയോ ഡോക്യുമെന്റേഷന്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല. പക്ഷെ ഈ വായ്പ എടുക്കുന്ന ആൾക്ക് സിബിൽ അതിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. സിബിൽ സ്കോർ ന്യായമായ സിബിൽ സ്കോർ ഉണ്ടാവണം. അദ്ദേഹത്തിന് ഇതിന് മുമ്പ് എടുത്തിട്ടുള്ള വായ്പകളുടെ ഒരു ട്രാക്കൊക്കെ പരിശോധിക്കുമ്പോൾ അതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് 50,000 രൂപക്ക് മുകളിൽ 5 ലക്ഷം രൂപ വരെയുള്ള വായ്പകളെ മുദ്രയുടെ അണ്ടറിൽ കിഷോർ വായ്പകൾ എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു വായ്പ ബാങ്കിൽ നിന്നും നമുക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു പ്രൊജക്ട് റിപ്പോർട്ടും കൂടി ബാങ്കിൽ സമർപ്പിക്കേണ്ടതാണ്. നമുക്ക് എത്രത്തോളം ഫിക്സഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ആവശ്യം വരുന്നുണ്ട്, നമുക്ക് എത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വേണ്ടി വരുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ അവതരിപ്പിക്കുന്ന തരത്തിൽ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 5 ലക്ഷം രൂപ വരെ ഉള്ള വായ്പകൾ നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള തരുൺ വായ്പകൾ എന്നാണ് അതിന് പറയുന്നത്. ഇതിനും സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമുക്കൊരു പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ആപ്ലിക്കന്റ് ആയിട്ടുള്ള ആള് യാതൊരു വിധത്തിലുള്ള സിബിലിന്റെ പ്രശ്നങ്ങളും, സിബിൽ സ്കോർ ന്യായമായിട്ടുള്ള ക്രെഡിറ്റ് സ്കോർ ഉണ്ടാവണം, അദ്ദേഹത്തിന്റെ ട്രാക്ക് കറക്റ്റ് ആയിരിക്കണം, ആവശ്യങ്ങൾ ജെന്യുവൻ ആണ് എന്ന് ബാങ്കിങ് ഒഫീഷ്യൽസ് അന്വേഷിക്കുമ്പോൾ അവർക്ക് ബോധ്യപ്പെടുകയും വേണം. കാരണം ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വായ്പകൾ നിഷേധിക്കപ്പെടുന്നതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഒരു ഈടുമില്ലാതെ ആളുകൾക്ക് വാങ്ങിച്ചെടുക്കാൻ കഴിയുന്ന വായ്പകളാണ് ഇത്തരത്തിലുള്ളവ. അപ്പോ ഏറ്റവും കൂടുതൽ ദുരുപയോഗം പെടുന്നതും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളാണല്ലോ. അതുകൊണ്ട് ആവശ്യക്കാരല്ലാത്ത പല ആളുകളും ഇത്തരത്തിലുള്ള വായ്പകൾ വാങ്ങിച്ചെടുക്കുന്ന ഒരു സാഹചര്യം പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വായ്പകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചടവ് ഉണ്ടാവാത്ത സാഹചര്യവും വ്യാപകമായിട്ട് ഉണ്ടാവാറുണ്ട്. പല ബാങ്ക് മാനേജർമാരുടെ ഒക്കെ സംസാരിക്കുന്ന സന്ദർഭങ്ങളിൽ അങ്ങനെ അവർ നമ്മളോടും പറയാറുണ്ട്, ഈ വായ്പ എടുക്കും എന്നിട്ട് പിന്നീട് യാതൊരു വിധത്തിലുള്ള ഒരു ഫോളോ അപ്പ് അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാതെ അങ്ങനെ പെൻഡിങ് വരുന്ന കേസുകളൊക്കെ ഉണ്ട്. എന്തെങ്കിലും സാഹചര്യത്തിൽ ഇപ്പൊ ജെന്യുവൻ ആയിട്ട് ഒരാൾ ഒരു ബാങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെടുകയും അത് ബാങ്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള സിറ്റുവേഷനുകളും പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. സോ ഒരുപക്ഷെ ഇത് കേട്ടിട്ടിരിക്കുന്ന ആളുകൾക്കും അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ അതിന് നമുക്കിപ്പോ ഈ ജില്ലാ ലീഡ് ബാങ്കുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇതിന്റെ ഒരു മേഖല സോണൽ സർക്കിൾ എന്ന രീതിയിലൊക്കെ തിരിച്ചിട്ടുണ്ട്. ആ ബന്ധപ്പെട്ട ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പരാതികൾ കൊടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ മുദ്ര വായ്പ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് PMEGP എന്ന് പറയുന്ന ഒരു സ്കീം. ഈ PMEGP പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്നാണ് അതിന്റെ മുഴുവൻ പേര്.
ആ ലോണിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് മുൻപ് അത് ട്രേഡിംഗ് സെക്ടറിന് അനുവദനീയമല്ലായിരുന്നു. നിലവിൽ പ്രൊഡക്ഷൻ മാനുഫാക്ചറിംഗ് മേഖലയ്ക്കും അതുപോലെ തന്നെ സർവീസ് സെക്ടറിനും മാത്രമായിട്ട് ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു പ്രത്യേക പാക്കേജാണ് ഈ PMEGP മുഖാന്തരം നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോ സ്വന്തമായി ഉൽപാദന ശാലകളുള്ള ട്രേഡിംഗ് കൺസേണുകൾക്കും PMEGP അവൈലബിൾ ആണ്. PMEGPയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 50 ലക്ഷം രൂപ വരെ ഇതിന് സബ്സിഡി ആനുകൂല്യം കിട്ടുന്ന ഒന്നാണ്. അത് ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ കോർപ്പറേഷനുകളുടെ പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങൾ, അങ്ങനെ ഒരു തരംതിരിവുണ്ട്. ആ തരംതിരിവിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും സബ്സിഡി ആനുകൂല്യങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചേർത്തല മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിൽ ഉള്ളൊരു പ്രദേശത്ത് ഞാനൊരു ഉൽപാദന മേഖല PMEGP ലോൺ എടുത്ത് ആരംഭിക്കുകയാണെങ്കിൽ 50 ലക്ഷം രൂപയാണ് അതിന്റെ പ്രൊജക്ട് കോസ്റ്റ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ മൊത്തം സ്ഥിര നിക്ഷേപമായിക്കോട്ടെ, പ്രവർത്തന മൂലധനമായിക്കോട്ടെ, ഇതെല്ലാം കൂടി ഒരു 50 ലക്ഷം രൂപ പ്രൊജക്ട് കോസ്റ്റ് വരുന്ന ഒരു സ്ഥാപനമാണ്, ഒരു ഉൽപാദന മേഖലയിലെ സ്ഥാപനമാണ് ഞാൻ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എനിക്ക് ഒരു 30% വരെ സബ്സിഡി വാങ്ങിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ലോണാണ് PMEGP. ഇപ്പോ എന്റെ സ്ഥാപനം ഞാൻ തുടങ്ങുന്ന അവസരത്തിൽ ഞാൻ PMEGP ലോൺ എടുത്ത് സ്ഥാപനം തുടങ്ങിയ ആളാണ്. എനിക്ക് 3 വർഷത്തെ അടവിന് ശേഷം, കൃത്യമായിട്ടുള്ള തിരിച്ചടവിന് ശേഷം 25% സബ്സിഡി അന്ന് കിട്ടിയതാണ്. ഇത് 7 വർഷം വരെ കാലയളവ് നമുക്ക് അനുവദിച്ചു തരുന്ന, സർവീസ് സെക്ടറിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 20 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടുന്ന ഒരു സ്കീമാണ്. വേണ്ട വിധത്തിൽ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരെ കൺവിൻസ് ചെയ്യാൻ സംരംഭകരായിട്ടുള്ള ആളുകൾക്ക് സാധിച്ചാൽ 100% നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുത്തി എടുക്കാൻ കഴിയുന്ന വായ്പയാണ് PMEGP. ഇത് കേരളത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നത് കേരളത്തിലെ വ്യവസായ വകുപ്പും കൂടിയാണ്, ബാങ്ക് നേരിട്ടല്ല. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ഈ മുദ്ര വായ്പകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആപ്ലിക്കന്റ് ആരാണ് ആ ആളും ബാങ്കും മാത്രമായിരിക്കും അവിടെ കക്ഷികളായിട്ട് വരുന്നത്. എന്നാൽ PMEGP സ്കീമിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ബാങ്കും ആപ്ലിക്കന്റും മാത്രമല്ല, അവരുടെ ഇടയിൽ ഒരു ഇന്റർമീഡിയറി ആയി നമ്മുടെ വ്യവസായ വകുപ്പ് കൂടി ഉണ്ടാവും. കാരണം വ്യവസായ വകുപ്പിന്റെ കൂടി ഒരു സൂപ്പർവിഷനിലാണ് PMEGP ലോണിന്റെ എക്സിക്യൂഷൻ എല്ലാം നടക്കുന്നത്. അതുപോലെ തന്നെ ജില്ലാ വ്യവസായ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു എന്റർപ്രണർ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന രീതിയിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ എല്ലാവർക്കും വേണ്ടി സംഘടിപ്പിക്കും. ഈ ആപ്ലിക്കന്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി സംഘടിപ്പിക്കും. അതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതൊരു സർട്ടിഫിക്കേഷൻ അതുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റ് കിട്ടും. അത് ഒക്കെയാണ് ഇതിന്റെ ഒരു എലിജിബിലിറ്റി ആയിട്ട് വരുന്നത്. ഈ ഒരു ലോണിന്റെ പ്രത്യേകത സബ്സിഡി പ്രയോജനപ്പെടുത്തി എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം ഇപ്പോ ഒരു ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിൽ 5 ലക്ഷം രൂപ വായ്പ എടുത്ത് തുടങ്ങുന്ന ഒരു സ്ഥാപനത്തിന് 35% വരെ 30 അത് ഓരോ കാറ്റഗറി ഉള്ള ആളുകളുടെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമുക്ക് അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഈ 2 ലോണുകളും, ഈ മുദ്ര PMEGP ലോണുകളും പുതിയ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ നിലവിലുള്ള സ്ഥാപനങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടി വ്യാപകമായി സംരംഭകർ നിലവിലെടുക്കുന്ന ലോണുകളാണ്. ഇത് കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ, ഇപ്പൊ കേരളത്തിന്റെ, നമ്മുടെ സ്റ്റേറ്റിൽ സംസ്ഥാന സർക്കാരിന്റെ മാത്രം നിയന്ത്രണത്തിൽ പോകുന്ന ഒരു ഗവൺമെന്റ് ഗ്രാന്റ് ഫോർ നാനോ യൂണിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സ്കീമുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഫ്രണ്ട് എൻഡ് സബ്സിഡി സ്കീം എന്നാണ്, അങ്ങനെ കൂടി അത് പറയാറുണ്ട്.
ഒരു ഉദാഹരണത്തോടു കൂടി ഞാനത് പറയാം. ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ പ്രൊജക്ട് കോസ്റ്റ് ഉള്ള ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് എങ്കിൽ അതിന്റെ 20%, അതായത് 2 ലക്ഷം രൂപയോളം ഓൺ കോൺട്രിബ്യൂഷൻ ആയിട്ട് വരികയും 40% ബാങ്ക് ലോണും 40% തന്നെ ഗവൺമെന്റ് സബ്സിഡിയും നൽകുന്ന ഒരു സ്കീമാണ് ഫ്രണ്ട് എൻഡ് സബ്സിഡി കിട്ടുന്ന ഗവൺമെന്റ് ഗ്രാന്റ് ഫോർ നാനോ യൂണിറ്റ്സ് എന്ന നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതിയാണത്. പക്ഷേ ഈ സർക്കാരിന്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള എന്താ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലായ്പ്പോഴും ഇതിന് ഫണ്ടുണ്ടായി എന്ന് വരത്തില്ല. കാരണം ഇത് വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ലോണാണ്. ഈ PMEGP-യേക്കാൾ കൂടുതൽ ചെറിയ പ്രൊജക്ട് കോസ്റ്റ് വരെ, ഒരു 10 ലക്ഷം രൂപ വരെയൊക്കെ പ്രൊജക്ട് കോസ്റ്റ് ഉള്ള സ്ഥാപനങ്ങൾക്ക് സബ്സിഡി ആനുകൂല്യം കൂടുതൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സ്കീമാണ് ഈ ഗവൺമെന്റ് ഗ്രാന്റ് ഫോർ നാനോ യൂണിറ്റ്സ് എന്നുള്ള സ്കീം. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് ഇന്ന് PMEGP പോലെയുള്ള സ്കീമുകളാണ്. PMEGPക്കുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, 3 ലക്ഷം രൂപയോളം നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ അതിന് മിനിമം ഒരു എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നൊരു ക്രൈറ്റീരിയ ഉണ്ട്. അത് ഈ ആദ്യം സംസാരിച്ച മുദ്ര ലോണുകൾക്ക് അങ്ങനെയുള്ള ഒരു നിർബന്ധമോ അങ്ങനെ ഒരു കീഴ്വഴക്കമോ നമ്മൾ പാലിക്കണം എന്ന് നിർബന്ധമല്ല. ഒരു 10 ലക്ഷം രൂപ പ്രൊജക്ട് കോസ്റ്റ് കാണിച്ച് നമ്മൾ ലോൺ എടുക്കുന്ന ഒരു സാഹചര്യമാണ് PMEGP ഉള്ളത് എങ്കിൽ മിനിമം അവിടെ ഒരു 3-3-ലധികമോ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യപ്പെടണം എന്നൊരു ക്രൈറ്റീരിയ നിലനിൽക്കുന്നുണ്ട്. അത് നമുക്ക് ലോൺ തരുന്ന ബാങ്കുകൾ കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്ത് നോക്കാറില്ല എങ്കിലും വ്യവസായ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. കാരണം ഈ സബ്സിഡി കിട്ടുന്ന സ്കീം ആയതുകൊണ്ട് ഈ മുദ്ര വായ്പയെ ആശ്രയിച്ച് PMEGP സ്കീമിന് സബ്സിഡി ആനുകൂല്യം കിട്ടുന്നത് കൊണ്ട് ആ ഒരു നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ജോലി കിട്ടണം, അങ്ങനെയുള്ള ഗവൺമെന്റിന്റെ കൂടി ഒരു ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നം, ഈ ബാങ്കുകൾ നമ്മൾ ലോണുമായി ബന്ധപ്പെട്ട് ബാങ്കിനെ സമീപിക്കുമ്പോൾ ഒരു മോശം സമീപനം ഉണ്ടായി. അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് ഈ പല ക്ലെയിംസും പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് തന്നെ ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയം എന്ന് പറയുന്നതും എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ലോൺ ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷന് ലാഭം ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പൊ ലോൺ എടുക്കാൻ പോകുന്ന ഓരോ ആളുകളും, ഓരോ സംരംഭകരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞു ഉറപ്പായിട്ടും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും നമ്മളെ മാറ്റി നിർത്തത്തില്ല. പക്ഷെ ഒരു കൃത്യതയും വ്യക്തതയും ഇല്ലാതെ ഇപ്പോ ഒരു സംരംഭവുമായി ബന്ധപ്പെട്ട് ബാങ്ക് മാനേജറുമായി സംസാരിക്കുമ്പോൾ, ലോണിന്റെ ആവശ്യകതയ്ക്ക് ചെന്ന് ബാങ്ക് മാനേജറുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉദ്ദേശങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റാതെ വരുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മളുടെ ബിസിനസിനെ കുറിച്ച്, നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് ആധികാരികത നഷ്ടപ്പെട്ട് നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു മാനേജറും ഒരു ബാങ്കും നമുക്ക് ലോൺ തരത്തില്ല. ആ ഒരു മിസ്റ്റേക്കാണ് പലപ്പോഴും ഈ നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗം ആളുകൾക്കും ലോൺ ലഭ്യമാക്കാതിരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. അപ്പോൾ ആ ഒരു പോരായ്മ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ പരിഹരിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ലോണിന്റെ ആനുകൂല്യങ്ങളുള്ള ലോണുകളൊക്കെ നമ്മുടെ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്താനും നമ്മുടെ മുന്നോട്ടുള്ള
കാര്യക്ഷമമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കിനൊക്കെ പ്രയോജനകരമാകുന്ന തരത്തിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഏത് ആവശ്യവുമായി ഈ ലോണിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പോഴും നമ്മുടെ വ്യക്തമായൊരു വിഷൻ, നമ്മൾ ഈ ബിസിനസ് ചെയ്യാൻ അറിയാവുന്നവനാണ് എന്നും നമുക്ക് ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനും എനിക്ക് കൃത്യമായി ഈ ലോൺ റീപേ ചെയ്യാനുമുള്ള സാധ്യത ഉണ്ട് എന്നും മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മനസ്സിലാക്കി കൊടുത്താൽ ആ ആൾക്ക് യാതൊരു വിധത്തിലുള്ള സിബിലിന്റെ പ്രശ്നങ്ങളും ഇല്ല, ഇതിനു മുമ്പുള്ള ലോണിന്റെ ട്രാക്ക് എല്ലാം കറക്റ്റ് ആണ്, അത്തരത്തിലുള്ള പ്രീവിയസ് ഒരു ഹിസ്റ്ററി ഓക്കെ ആണ് എങ്കിൽ നിശ്ചയമായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. ഇത് പരാജയപ്പെട്ടു പോകുമ്പോഴാണ്, അത് കൃത്യമായിട്ട് ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സാധ്യതകൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റാതെ വരുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളൊരു ഇടപാടിന് ഇപ്പോഴോ നിലവിലെ സാഹചര്യത്തിലോ ഭാവിയിലോ പോകണം എന്നൊരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും നമ്മുടെ ഈ ക്രെഡിറ്റ് സ്കോർ ഉണ്ടല്ലോ, നമ്മൾ സിബിൽ സ്കോർ എന്നൊക്കെ പറയുന്നു, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടി നമ്മൾ തയ്യാറാവണം. കാരണം KYC അപ്ഡേഷനുള്ള യാതൊരു വിധത്തിലുള്ള ഒബ്ലിഗേഷൻസ് മാറ്റിവെക്കാനോ പെൻഡിങ് വരുത്താനോ നമ്മൾ മുതിരരുത്. കൃത്യമായി തന്നെ വളരെ കൃത്യമായി തന്നെ അത് പേ ചെയ്യാനും അതിൽ യാതൊരു വിധത്തിലുള്ള അരിയർ വരുത്താതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള ലോണുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ബാങ്കിങ് സ്ഥാപനത്തെ സമീപിക്കുമ്പോൾ അവിടെ നിന്ന് നമുക്കും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. കാരണം നല്ല ഒരു കസ്റ്റമറെ കണ്ടെത്തുകയും അവന് ലോൺ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ബാങ്കിന് നിലനിൽക്കാൻ സാധിക്കൂ. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒരു ലോൺ അന്വേഷിക്കുന്ന ആള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം നമ്മൾ എലിജിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ഒരിക്കലും ഒരു ബാങ്കിങ് സ്ഥാപനവും നമ്മളെ മാറ്റി നിർത്തത്തില്ല. നമുക്ക് നമ്മുടെ ആവശ്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഈ ഡോക്യുമെന്റേഷന്റെ ഭാഗമായി ഒരു പ്രൊജക്ട് റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും. നമ്മൾ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പൊ ഞാൻ ചെയ്യുന്ന സംരംഭത്തെ കുറിച്ച് ബാങ്ക് മാനേജറായിട്ട് ഇരിക്കുന്ന ആൾക്ക് കൃത്യമായ അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാവണമെന്നില്ല. കാരണം അത് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കൺവിൻസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അനായാസമായി നമുക്ക് എല്ലാവർക്കും, ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഇതൊക്കെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന കാര്യമാണ്. പ്രധാനമായും ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ മുദ്ര PMEGP ലോണുകളാണ്. പിന്നെ ഈ കോവിഡിന്റെ സമയത്തൊക്കെ ഒത്തിരി ആളുകൾക്ക് ഈ വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഒത്തിരി ആളുകൾ മടങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഈ പ്രവാസി ബിസിനസ് ലോൺ എന്ന് പറഞ്ഞ് NDPREM എന്നും പറഞ്ഞ് ഒരു സ്കീം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനും ഈ പറഞ്ഞ 3% വരെ പലിശ നിരക്കിൽ ലോൺ കൊടുക്കുന്ന ഒരു സ്കീമാണ്. 20 ലക്ഷം രൂപ വരെ ആണ് അതിന്റെ പരിധി ഉള്ളത്. അത് ഞാനിപ്പോ സൂചിപ്പിച്ചെന്ന് മാത്രമാണ്. കാരണം ഈ അത്തരത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കണം എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. പ്രധാനമായും നമ്മൾ ഈ പറഞ്ഞ നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് മുദ്ര PMEGP 2 സ്കീമുകളെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതിനുശേഷം ഒരു കാര്യം കൂടി പറഞ്ഞ് അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. പറഞ്ഞു. സർ, ഒരു കാര്യം ചോദിക്കാനായിരുന്നു. അതായത് നമ്മൾ ഈ PMEG പ്ലാൻ പറഞ്ഞില്ലേ, PMEG പ്ലാന് ആ പ്ലാനിന്റെ അകത്ത് ഒരു കെട്ടിടം പണിയാനുള്ള ലോണും കൂടി കിട്ടുമോ ഓൺ പ്രോപ്പർട്ടി ആണെങ്കിൽ? കെട്ടിടം പണിയാൻ അതിന് എക്സംഷൻ ഉണ്ട്. കെട്ടിടം പണിയാനായിട്ട് ലോൺ
എമൗണ്ട് കിട്ടില്ല. അതേസമയം നമ്മൾ അതിന്റെ ഒരു ഇന്റീരിയർ വർക്കാണ് അല്ലെങ്കിൽ ഒരു ഫാബ്രിക്കേഷൻ വർക്കാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറയുവാണെങ്കിൽ അത് കിട്ടും. കാരണം ഇപ്പോ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, PMEGP എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് സെക്ടറിനും സർവീസ് സെക്ടറിനും വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു ലോണാണ്. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്ഷൻ മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ 50 ലക്ഷം രൂപ വരെ കൊടുക്കുകയും സർവീസ് സെക്ടറുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് 20 ലക്ഷം രൂപ വരെ കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ ഞാനൊരു ടാക്സ് പ്രാക്ടീഷണറാണ്, എനിക്കൊരു നല്ലൊരു ഓഫീസ് സംവിധാനം വേണം. അപ്പോ ഞാൻ ബിൽഡിംഗ് പണിയാൻ വേണ്ടി ഞാൻ ചോദിച്ച തരത്തില്ല, പക്ഷെ ബിൽഡിംഗ് റിനോവേഷൻ വർക്ക് എന്ന രീതിയിൽ നല്ലൊരു തുക നമുക്ക് ഈ ലോണുമായി ബന്ധപ്പെട്ട് പ്രയോജനപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അതിന്റെ ഇന്റീരിയർ, കാരണം ഇപ്പൊ ഏതൊരു സ്ഥാപനത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ് അതിന്റെ എന്താണ് ഇന്റീരിയർ സംവിധാനം. അപ്പം അതൊക്കെ എന്താണ് ന്യായമായ എമൗണ്ട് നമുക്ക് ലോണായിട്ട് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും. പക്ഷെ ആദ്യം മുതൽ ഒരു ബിൽഡിങ്ങിന്റെ ആദ്യാവസാനം പണിക്ക് വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ സാധിക്കില്ല. ഓക്കെ, താങ്ക് യു. നമസ്കാരം സാറേ. നമുക്ക് ഇപ്പോഴൊരു നഴ്സറി തുടങ്ങണം. നഴ്സറി മുതൽ പ്ലാന്റ്സിന്റെ നഴ്സറി, അതുപോലെ തന്നെ മീൻ വളർത്തല്, മുയൽ വളർത്തല്, അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. എല്ലാത്തിനും ഈ ലോൺ കിട്ടും. അതിനൊക്കെ ലോൺ കിട്ടുമോ? അതിന് എല്ലാത്തിനും ഈ ലോൺ കിട്ടും. അതിനെപ്പോൾ നമ്മളെ എന്തൊക്കെയാണ് ഇതിന് ശരിക്കും നമ്മളെ ആസ്തിയായിട്ട് കാണിക്കാനുള്ളത് എന്തൊക്കെയാണ് നമ്മള് അതില് നമ്മള് ഇതൊരു ഈടും ഇല്ലാതെ നമുക്ക് തരുന്ന ലോണുകളാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈടൊന്നും വേണ്ട. ഈടില്ല എന്ന് പറയുന്നത് ഈ നമ്മൾക്ക് കാര്യങ്ങൾ കൺവിൻസ് ചെയ്യുന്നു. 10 ലക്ഷം രൂപ വരെയുള്ള കാര്യങ്ങളാണ് എങ്കിൽ മുദ്ര ഇനത്തിൽ യാതൊരു വിധത്തിലുള്ള ഈടും ഇല്ലാതെ കിട്ടുന്നതാണ്. PMEGP സ്കീമുമായി ബന്ധപ്പെട്ട് അത് ഈ ബാങ്കിന്റെ ഒരു വിവേചനാധികാരമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ യാതൊരുവിധ ഈടും ഇല്ലാതെ ഒരാൾക്ക് 50 ലക്ഷം രൂപ ലോൺ കൊടുത്ത് വിടാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പൊ അത് ഡിപ്പെൻസ് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ആ മേഖലയുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ ഈ മീൻ വളർത്തൽ എന്ന് പറയുന്നതിനൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഉറപ്പ് റിട്ടേണിൽ പറയാൻ പറ്റത്തില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന ആ നേച്ചറുമായി ബന്ധപ്പെട്ട് ആ ബിസിനസിന്റെ നേച്ചറുമായി ഇതിന് ബന്ധമുണ്ടാവും. സ്വാഭാവികമായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു കേസാണ് ഞാൻ വിശദീകരിച്ചത്. നമുക്ക് ഇതിന് വരുന്ന ഇൻട്രസ്റ്റ് എത്രയായിരിക്കും ശരിക്കും? കേട്ടില്ല. ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടല്ലോ നമ്മളെ ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കണമല്ലോ. 12% മുതൽ താഴെത്തട്ടേ വരുള്ളൂ ആനുവൽ ഇൻട്രസ്റ്റ്. 12% താഴെ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോ ഈ മുദ്ര വായ്പ ഇൻട്രസ്റ്റിന് പലപ്പോഴും ഇൻട്രസ്റ്റ് സബ്സിഡി കിട്ടാറുണ്ട്. ഞാനിപ്പോ ഒരു പ്രവാസി ലോണിന്റെ ഒരു കേസ് പറഞ്ഞില്ലേ, പ്രവാസി ലോണിന് 3% ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആദ്യം ഒരു പക്ഷേ എല്ലാ മാസം കൃത്യമായിട്ട് തിരിച്ചടവ് വരികയും ഒരു 6 മാസത്തെ ഒരു ട്രാക്ക് നോക്കും. 6 മാസത്തെ കറക്റ്റ് ആയിട്ടുള്ള തിരിച്ചടവാണ് എങ്കിൽ PMEGP-യുമായി ബന്ധപ്പെട്ടും മുദ്രയുമായി ബന്ധപ്പെട്ടൊക്കെ വ്യവസായ വകുപ്പിന്റെ ഒരു അവരുടെ ഒരു ഓതറൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആനുവൽ ഇൻട്രസ്റ്റിന്റെ 11% 6% കഴിഞ്ഞുള്ള പൈസ റീഫണ്ട് ചെയ്യുന്ന സ്കീമുകളൊക്കെ ഉണ്ട്. നമസ്കാരം. പിന്നെ എനിക്ക് ഒരു സംശയമുള്ളത്, ഈ GST രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ എത്ര വരെയാണ് മുദ്രയുടെ അങ്ങനെ മുദ്ര കിട്ടുന്നതിന് തടസ്സം ഉണ്ടായില്ലെന്നൊന്നും അറിയണം. പിന്നെ എത്ര വരെയാണ് ഒരു GST രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാൾക്ക് കിട്ടുന്നത്, ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ GST രജിസ്ട്രേഷൻ എന്ന് പറയുന്നില്ലേ, ഇപ്പൊ ഒരു സർവീസ് പ്രൊവൈഡറെ സംബന്ധിച്ചിടത്തോളം 20 ലക്ഷം രൂപക്ക് മുകളിൽ ആനുവലി ഗ്രോസ് റെസീപ്റ്റ് ഉള്ള ഒരാൾ മാത്രമാണ് GST രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥനായിട്ട് വരുന്നത്. നമ്മളൊരു ട്രേഡിംഗ് ബിസിനസ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ 20 ലക്ഷം എന്ന് പറഞ്ഞത് 40 ലക്ഷമാണ് അവിടെ പരിധി. അതായത് ഒരു സാധനം വാങ്ങിച്ചു വിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആളുടെ ആനുവൽ റെസീപ്റ്റ് 40 ലക്ഷമോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ മാത്രം അയാൾ രജിസ്ട്രേഷൻ എടുത്താൽ മതി. ഉദാഹരണം, ഒരു പെയിന്റ് കടക്കാരൻ അല്ലെങ്കിൽ ഒരു സ്പെയർ പാർട്സ് ബിസിനസ് നടത്തുന്ന ആൾ, കമ്പ്യൂട്ടറിന്റെ ആക്സസറീസ് വിൽക്കുന്ന ആൾ, സർവീസ് പറഞ്ഞിട്ടില്ല, ആക്സസറീസ് വിൽക്കുന്ന ആൾ 40 ലക്ഷമോ അതിൽ കൂടുതലോ വാർഷിക വ്യക്തിപരം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, സംസ്ഥാനം എന്ന് പറയാൻ കാരണം ഈ പല സംസ്ഥാനത്തിലും ആ സ്ലാബിൽ ചെറിയ വ്യത്യാസമുണ്ട്, GST രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യസ്ഥനായിട്ട് വരുന്നത്. അതേസമയം ഒരു സർവീസ് പ്രൊവൈഡർ, ഇപ്പൊ ഞാനൊരു സർവീസ് പ്രൊവൈഡർ ആണല്ലോ,
എനിക്ക് 20 ലക്ഷത്തിൽ മുകളിൽ ആനുവലി റെസീപ്റ്റ് ഉണ്ടെങ്കിൽ, ഗ്രോസ് റെസീപ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. പക്ഷെ അതും മുദ്ര, PMEGP ഇത്തരത്തിലുള്ള ഈ സംരംഭകത്വ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കേണ്ട ലോണുകളുമായിട്ട് ബന്ധമൊന്നുമില്ല. സാധാരണ കേസിൽ ഇപ്പൊ ഒരു മുദ്ര വായ്പ തന്നെ ടേം ലോൺ ആയിട്ട് എടുക്കാം, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ആയിട്ട് എടുക്കാം. ഇപ്പൊ നമുക്ക് സ്ഥിരം ആസ്തികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ടേം ലോൺ തരുന്നത്. അത് നമ്മൾ കൃത്യമായി മാസാമാസം അടച്ചു കൊടുക്കണം. സ്റ്റോക്കിന്റെ റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ലോൺ തരുന്നത്. ഇത് കൃത്യമായിട്ട് ആ ഓഡി അക്കൗണ്ടിൽ സെയിൽസ് നടക്കുമ്പോൾ പൈസ ഇട്ട് കൊടുക്കണം. നമുക്ക് പർച്ചേസ് നടത്തേണ്ട സമയത്ത് അതിൽ നിന്ന് തന്നെ വിഡ്രോ ചെയ്ത് പർച്ചേസ് നടത്താൻ സാധിക്കും. വീണ്ടും ടേൺ ഓവർ സെയിൽസ് നടക്കുമ്പോൾ ആ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ സാധാരണ കേസിൽ ഇത് GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലേ ഇത്തരത്തിലുള്ള ലോൺ കിട്ടൂ എന്നുള്ള അത്തരത്തിലുള്ള ഒരു മാനദണ്ഡം ഒന്നും നിലവിലില്ല. പിന്നെ എടുക്കുന്ന ലോണിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ 10 ലക്ഷം രൂപ വരെ ഉള്ള ഒരു മുതൽ മുടക്കിയാണ് നമ്മളൊരു പുതിയ സ്ഥാപനം തുടങ്ങുന്നതെന്ന് കരുതുക. അതിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് ഒരു 6 ലക്ഷം രൂപ വരെ സ്ഥിരം ആസ്തി നിക്ഷേപത്തിന് 6 ലക്ഷം രൂപ വരെ ആവശ്യമാണ്. ബാക്കി 4 ലക്ഷം രൂപയാണ് അതിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് എന്ന് കരുതുക. അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലേ ലോൺ തരൂ എന്നൊന്നും അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ ചില ബാങ്കുകളുടെ ഒരു നമ്മൾ പറയുമ്പോൾ ഞാൻ അതാണ് ആദ്യം ഇതിനു മുമ്പ് ഈ ഇന്ററാക്ഷൻ സെക്ഷന് തൊട്ട് മുമ്പ് പറഞ്ഞത്, നമ്മളിത് ആ പർട്ടിക്കുലർ ബാങ്കുമായി സംസാരിക്കുമ്പോൾ ഏത് ബാങ്ക് മാനേജറുമായി സംസാരിക്കുമ്പോൾ നമുക്ക് അവരെ കൃത്യമായിട്ട് കൺവിൻസ് ചെയ്യാൻ കൂടി സാധിക്കണം. കാരണം ഈ എല്ലാവർക്കും എല്ലാ മേഖലയെക്കുറിച്ചും ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല. ഇപ്പൊ ഞാനീ പറയുന്ന സ്കീം മുദ്രയും PMEGPയുടെയും 10-20% കാര്യങ്ങൾ മാത്രമേ ഞാനും മനസ്സിലാക്കിയിട്ടുള്ളൂ. കാരണം നമുക്ക് മുന്നിൽ വന്നിട്ടുള്ള വിഷയങ്ങളും നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കാനും അറിയാനും സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ബാങ്ക് മാനേജർമാരെ കൃത്യമായിട്ട് നമുക്ക് കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ സാധിച്ചാൽ ലോണുകൾ വാങ്ങിച്ചെടുക്കുന്നതിന് GST രജിസ്ട്രേഷൻ അതൊരു പോരായ്മയായിട്ട്, GST രജിസ്ട്രേഷൻ ഇല്ലാത്തത് ഒരു പോരായ്മയായിട്ട് വരത്തില്ല. അതുപോലെ തന്നെ GSTയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി പറയാം. ഇപ്പോ നമ്മള് ഒരു ചെറിയ ഒരു കമ്പ്യൂട്ടർ സർവീസ് സെന്റർ നടത്തുന്ന ഒരാളാണെന്ന് കരുതുക. നമുക്ക് ഈ അക്കൗണ്ട് പേ, GPay, ഫോൺപേ വഴിയൊക്കെ ട്രാൻസാക്ഷൻ നടക്കാറുണ്ട്. ചിലപ്പോൾ ക്രമാതീതമായി ട്രാൻസാക്ഷൻ നടക്കാറുണ്ട്. ക്യാഷ് ആയിട്ട് നമ്മുടെ സർവീസ് ഇൻകം നമ്മൾ റിസീവ് ചെയ്യാറുണ്ട് എന്നൊക്കെ കരുതുക. നമ്മൾ കൃത്യമായിട്ട് ഇൻകം ടാക്സിന്റെ റിട്ടേൺ ഫയൽ ചെയ്ത് പോകുന്ന ഒരാളാണ് എങ്കിൽ നമുക്കൊരു പ്രിവിലേജ് അവിടെ കിട്ടും. ഈ ലോൺ വാങ്ങിച്ചെടുക്കുന്നതിന് ഒരു മുൻഗണന കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോഴും സിബിലിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. ഇതിനു മുമ്പുള്ള ഒരു പാസ്റ്റ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അവിടെ നമ്മളൊരു ഡിഫാൾട്ടർ ആവരുത്. അതാണ് അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, താങ്ക്സ്. ഞാനിത് കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞത് GSTയുടെയും ഇൻകം ടാക്സിന്റെയും കൂടി വശങ്ങളായിരുന്നു. അപ്പൊ ഇതുകൂടി ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഇതില് ഈ ശിശു വായ്പ എന്ന് പറഞ്ഞില്ലേ, ശിശു വായ്പ അതായത് അതിന് ലിമിറ്റ്, അതായത് 50,000, പിന്നെ അതല്ലാണ്ട് അങ്ങനെ അതിന്റെ മേലിലുള്ള അങ്ങനെ സ്ലാബായിട്ട് അങ്ങനെ വല്ലതും ഉണ്ടോ ഈ ലോണിന്റെ? അതെ, 50,000 വരെയുള്ളത് ശിശു വായ്പകൾ മുദ്ര സ്കീമിന്റെ അണ്ടറിൽ വരുന്നതാണ് ശിശു വായ്പകൾ. അതുപോലെ കിഷോർ വായ്പകൾ, തരുൺ വായ്പകൾ, പിന്നെ അങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ 50,000 വരെയുള്ളതാണ് ഈ ശിശു വായ്പ. അതിന് വേറെ ഈ പ്രൊജക്ട് റിപ്പോർട്ട് പോലെയുള്ള പേപ്പർ വർക്കോ കാര്യങ്ങളോ ഒന്നും അതിന് ആവശ്യം വരുന്നില്ല. അതേസമയം 50,000 രൂപക്ക് മുകളിലുള്ള എത്ര എമൗണ്ട് ആണെങ്കിലും ശരി നമുക്ക് അതിന്റെ കൂടെ ലോണിന് അപേക്ഷിക്കുമ്പോൾ നമ്മളൊരു പ്രൊജക്ട് റിപ്പോർട്ട് കൂടി കൊടുക്കേണ്ടതുണ്ട്. ഇത് ശിശു വായ്പകൾ കിട്ടുന്നത്
എന്താണ് നമുക്ക് ആ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യം ജെന്യുവൻ ആണ് എന്നുള്ളത് അവർക്ക് ബാങ്ക് ഒഫീഷ്യൽസിന് ബോധ്യപ്പെടുന്നു. അത്രേ ഉള്ളൂ. നമുക്കിതിന് നോർമലി വരുന്ന ഡോക്യുമെന്റേഷൻ ഏതൊക്കെയാണ്? ആധാർ കേസിൽ പാൻ, ആധാർ, ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ആ ഡീറ്റെയിൽസ് വേണം. നമ്മുടെ എന്താണ് ഈ 50,000 രൂപക്ക് മുകളിലുള്ള വായ്പകളാണെങ്കിൽ അതിനൊരു പ്രൊജക്ട് റിപ്പോർട്ട് കൂടി കൊടുക്കേണ്ടി വരും. പിന്നെ അവരുടെ തന്നെ ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഒരു സൈറ്റ് ഇൻസ്പെക്ഷൻ ഉണ്ടാവും. കാരണം നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്ന് അവർക്കൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടി അവർ ആ സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യും. വേറെ എന്താണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറൊന്നും അതുമായി ബന്ധപ്പെട്ടില്ല. അതല്ലേ, ഒരു സംശയം കൂടെ പറഞ്ഞ സമയത്ത് ഉണ്ടായതാണ്. നമ്മൾ ഈ വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യണം എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മളെ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആരെയാണ് നമ്മളത് കാണേണ്ടത്? എല്ലാ താലൂക്ക് അടിസ്ഥാനത്തിലും ഒരു വ്യവസായ ഉപജില്ലാ ഓഫീസുകൾ ഉണ്ടാവും. അതല്ലെങ്കിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ജില്ലാ വ്യവസായ ഓഫീസുകൾ ഉണ്ടാവും. ആ ഓഫീസിലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഈ സംരംഭകത്വ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വായ്പകളും അതിന് കിട്ടുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചും വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനും അതിന് പരിഹാരം ഉണ്ടാക്കാനും സാധിക്കും. അത് ജില്ലാ വ്യവസായ ഓഫീസർ, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെന്റർ, അതെല്ലാം ജാതി ബോർഡുമായി ബന്ധപ്പെട്ടും ഇപ്പൊ ഒത്തിരി ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കാതിരുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് മുദ്രയും PMEGP ആണ് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഇത് കോംപ്ലിക്കേറ്റഡ് ആയി പോരുത് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ. ആവശ്യമായിട്ട് എന്തെങ്കിലും ചോദിക്കുമെങ്കിൽ മാത്രം പറയാം. അതുകൊണ്ടാണ് അങ്ങനെ പറയാതിരുന്നത്. ജില്ലാ വ്യവസായ ഓഫീസുകളും താലൂക്ക് അടിസ്ഥാനത്തിൽ ഉള്ള ഉപജില്ലാ വ്യവസായ ഓഫീസുകളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ച് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ്. സബ്സിഡിയുടെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന ലോണുകളുടെ കാര്യം. സർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് നമ്മളിപ്പോ ലോണിന്റെ കാര്യം പറഞ്ഞല്ലോ, അതോടൊപ്പം തന്നെ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നമ്മൾ ശരിക്കും ഒരു ഫ്ലോ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എവിടെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? അത് നമ്മൾ ഏത് സ്കീമിലാണ് ലോൺ എടുക്കുന്നത്, നമ്മുടെ ബിസിനസിന്റെ നേച്ചർ എന്താണ് എന്നതിനെയൊക്കെ കൂടി ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ട്രേഡിംഗ് ബിസിനസ് നടത്തുന്ന ആളാണ് എന്ന് കരുതുക. നമുക്ക് PMEGP ലോൺ അപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. ട്രേഡിംഗ് ബിസിനസ് സാധനം വാങ്ങിച്ച് വിൽപ്പന മാത്രം നടത്തുന്ന ഒരാളാണ് എങ്കിൽ നമുക്ക് അപ്പൊ PMEGP അവിടെ എടുക്കാൻ പറ്റില്ല. നമുക്ക് മുദ്രയാണ് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു കാര്യം. അവിടെ ഇന്റർമീഡിയറി ഒന്നുമില്ല. നമ്മൾ ബാങ്കിനെ ഇത് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്കും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ ലോൺ കിട്ടുന്നതാണ്. അവിടെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് കൂടി വേണം. അത് 50,000 രൂപക്ക് മുകളിൽ 10 ലക്ഷം വരെ ഉള്ളതിന് പ്രൊജക്ട് റിപ്പോർട്ടിന്റെ ആവശ്യം ഉണ്ടാവും. ഈ പ്രൊജക്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കി നൽകുന്ന ഏജൻസികളോ എല്ലാ പ്രദേശങ്ങളിലും എന്താണ് അങ്ങനെ ചെയ്യുന്ന കൺസൾട്ടൻസികളുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉണ്ട്, ടാക്സ് കൺസൾട്ടന്റുമാരും പ്രാക്ടീഷണർമാരും അങ്ങനെയുള്ളവർ അത് ചെയ്തു കൊടുക്കുന്ന ആളുകളാണ്. ഇതിനു വേണ്ടി മാത്രമുള്ള കൺസൾട്ടിങ് സ്ഥാപനങ്ങളുണ്ട്. പ്രൊജക്ട് വർക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് സാറേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബിൽഡിംഗ് പണിയാനായിട്ടുള്ള പൈസ ഈ ലോണിന്റെ അകത്ത് കിട്ടത്തില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അതല്ലാതെ നമുക്കൊരു സാധാരണ ബാങ്കിൽ നിന്ന് പ്രോപ്പർട്ടി ഈട് വെച്ചിട്ട് നമുക്കൊരു ലോൺ എടുക്കാമല്ലോ, ഒരു കെട്ടിടം പണിയാനായിട്ട്. അതെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തേക്ക് ബിസിനസ് മാറ്റുമ്പോൾ അതിന് നമുക്ക് ഈ ബിസിനസിന്റെ ലോൺ നമുക്ക് അതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ? അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ആ ലോൺ സെപ്പറേറ്റ് ആയിരിക്കും. ആ ലോൺ സെപ്പറേറ്റ് ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാല് അങ്ങനെയൊക്കെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് വലിയ രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് ഇവര് പറയുന്ന ഒരു മാനദണ്ഡത്തിനകത്ത് നിന്നുകൊണ്ടേ നമുക്കിത് ചെയ്യാൻ സാധിക്കും. കാരണം ഈ ലോൺ പലപ്പോഴും ബാങ്കുകൾ ചോദിക്കുമ്പോൾ കിട്ടുന്നില്ല, ബാങ്ക് തരുന്നില്ല എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളും പരാതികളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ബിസിനസിനെ കുറിച്ച് കൃത്യതയും വ്യക്തതയും ഉള്ള ഒരു വിശദീകരണം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏറെക്കുറെ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും തന്നെ നമുക്കിത് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും. കൃത്യമായിട്ടുള്ള വ്യക്തതയോട് കൂടിയിട്ടുള്ള ഒരു വിശദീകരണമാണ് അവർക്ക് മുന്നിൽ കൊടുക്കേണ്ടത്. അവരുടെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ സാധിക്കണം. ഞാൻ ഈ ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വിജയിക്കാൻ പറ്റുമെന്നും എനിക്ക് എടുക്കുന്ന ലോൺ കൃത്യമായിട്ട് റീപേ ചെയ്യാൻ സാധിക്കും
ബാങ്ക് മാനേജർക്ക് ഉറപ്പായി കഴിഞ്ഞാൽ അയാൾ ലോൺ തരും. പക്ഷെ പലപ്പോഴും അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതാണ് ലോൺ കിട്ടാതിരിക്കുന്നത്. ഞാൻ എന്റെ പരിമിതമായിട്ടുള്ള ഒരു എന്താണ് എക്സ്പീരിയൻസിനുള്ളിൽ നിന്ന് പറയുന്നതാണ്. പലപ്പോഴും ഈ പറയുമ്പോഴും ഒരു അവിടെ ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നം വ്യാപകമായിട്ട് സംഭവിക്കാറുണ്ട്, വലിയ രീതിയിൽ സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊജക്ട് റിപ്പോർട്ടുകൾ, കാരണം നമ്മൾ എത്ര ചെയ്താലും ഇതിനകത്ത് ബാങ്കുകളുടെ ചില റേഷ്യോസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അല്ല അതിലൊന്നും അത്ര വലിയൊരു കോംപ്ലിക്കേഷൻസ് തരാതെ മടക്കി വിടണം. ഈ ഒരു ലോണ് നമുക്ക് തരരുത് എന്നുള്ള ഒരു തീരുമാനത്തിലാണെങ്കിൽ ഈ റേഷ്യോ അങ്ങനെയുള്ള സാങ്കേതികത്വത്തിലൊക്കെ കയറി പിടിക്കാറുണ്ട്. പക്ഷെ എങ്കിലും എന്താണ് അതത്ര വലിയ ഒരു പ്രശ്നമായിട്ട് വരത്തില്ല. ഓക്കെ സർ, താങ്ക് യു. അപ്പം നമുക്ക് സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ഈ 5 മിനിറ്റും കൂടെ ഉള്ള സമയം പ്ലീസ്. നമുക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പരസ്പരം സംസാരിക്കുമ്പോൾ മാത്രമാണ് കാര്യങ്ങൾ ഒന്ന് പറയാൻ സാധിക്കുന്നത്. ഇപ്പോ ഏകപക്ഷീയമായിട്ട് ഞാൻ തന്നെ സംസാരിക്കുന്ന ഈ ആദ്യത്തെ സെക്ഷനുകളിലൊന്നും എത്രത്തോളം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കും ഒരു സംശയമുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള സെക്ഷനുകൾ നമുക്ക് വീണ്ടും സംഘടിപ്പിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. കാരണം നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അത് കാരണം എല്ലാവരും ഇടത്തരക്കാരും അത്തരത്തിലുള്ള ആളുകളുമാണ്. അവർക്കൊക്കെ 100% പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു സാധ്യത ഇതിൻ്റെ അകത്തുണ്ട്. അത് ഈ ജൂലൈ പോലെയുള്ള മാസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി തിരക്കുള്ള സമയമാണ്. അപ്പോ എന്താണ് ഇത്തരത്തിൽ ആ സമയമൊക്കെ ഒഴിവാക്കി നമുക്ക് കാര്യങ്ങൾ വരുന്ന സമയങ്ങളിൽ വളരെ കുറച്ച് പേരേ ഉള്ളെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള സെക്ഷൻസ് ഇനിയും നമുക്ക് സംഘടിപ്പിക്കാം. ഓക്കെ, എനിവേ അർജുൻ, താങ്ക് യു. ഞാൻ ഔപചാരികതയുടെ പേരിൽ നന്ദി പറയുകയാണ്. നമ്മുടെ സംസ്ഥാന ട്രഷററാണ്. വർഷങ്ങളായി, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ വർഷങ്ങളായി ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹാൻഡാണ്. പല വിഷയങ്ങളും വലിയ വലിയ IT കമ്പനികളുടെയൊക്കെ കണക്കുകൾ നോക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് നമ്മൾ ഇതിലേക്ക് അർജുനെ ക്ഷണിച്ചത്. അപ്പോൾ അർജുൻ ആ ക്ലാസ് നന്നായിട്ട് എടുത്തു. അപ്പോൾ വളരെ താങ്ക് യു. പങ്കെടുത്ത് വളരെ ആൾക്കാർ കുറഞ്ഞു പോയി എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിവേ താങ്ക് യു അർജുൻ. താങ്ക് യു. പങ്കെടുത്ത എല്ലാവർക്കും ഞാനും എൻ്റെ പേരിലുള്ള നന്ദിയോടെ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.